കാക്കനാട് ജയിലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നും അരുൺ ശങ്കർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, കോടതി അസാധാരണമായൊരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നു. അതായത് അനുയായികൾ പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കോടതിക്ക് വിപരീതമായി അല്ലെങ്കിൽ കോടതി തീരുമാനങ്ങൾക്കെതിരായി എന്തോ പറഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ ഈ അസാധാരണം എന്ന് നമ്മൾ പറയുന്നത് സ്വമേധയാ ഒരു കേസ് പരിഗണിക്കുകയാണ്, സ്വമേധയാ കോടതി ഇടപെടുകയാണ്. ഇക്കാര്യത്തിൽ അഭിഭാഷകരെ കോടതിയിൽ ഹാജരാകാൻ പറയുന്നു. അതേസമയം ഈ ജയിലിൽ നിന്നും ബോബി ചെമ്മണൂർ മോചിതനാകാനിരിക്കുകയും ചെയ്യുന്നു. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇറങ്ങുമ്പോ പറയും. പേപ്പർ കൊണ്ടുവന്ന് കൊടുത്തണോ? അതെ, ഇപ്പോൾ ബോബി ചെമ്മണൂരിന്റെ സംഘം ഇന്നലെ പുറത്തിറക്കാൻ കഴിയാത്തതിന്റെ കാരണമാണ് ജയിൽ അധികൃതരെ ബോധിപ്പിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു അഫിഡവിറ്റാണ് ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് ഇന്നലെ ഈ ഉത്തരവ് ജയിലിൽ എത്തിക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ബോബി ചെമ്മണൂരിന്റെ സംഘം ജയിൽ അധികൃതരെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബോബി ചെമ്മണൂരിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയാതിരുന്നതിന്റെ കാരണം ട്രാഫിക് ബ്ലോക്ക് മൂലം ഉത്തരവ് ജയിലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല, അല്ലാതെ മറ്റൊന്നുമല്ല. നേരത്തെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ ബോബി ചെമ്മണൂർ ഇവിടെ വിചാരണ തടവുകാരെ കഴിയുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജയിലിൽ തന്നെ തുടരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ബോബി ചെമ്മണൂരിന്റെ അനുയായികൾ ജയിലിന് മുന്നിലെത്തി കോടതിക്കെതിരെ ഉൾപ്പെടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ ഇതൊന്നും തങ്ങളുടെ അറിവോടെയല്ല, തങ്ങൾ അങ്ങനെ ദുരുദ്ദേശപരമായിട്ട് ഒരു തരത്തിലുള്ള സമീപനങ്ങളും എടുത്തിട്ടില്ല. ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഉത്തരവ് ഇവിടെ എത്തിക്കാൻ വൈകിയതും ഇന്നലെ പുറത്തിറങ്ങാൻ കഴിയാതിരുന്നതും. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഒരു സത്യവാങ്മൂലമായിട്ട് ഇപ്പോൾ ജയിൽ അധികൃതർക്ക് ബോബി ചെമ്മണൂരിന്റെ അഭിഭാഷകൻ എഴുതി നൽകിയിരിക്കുകയാണ്. ശരി അരുൺ ശങ്കർ, ഏതായാലും അസാധാരണ നീക്കമാണ് കോടതി നടത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ന് ജാമ്യ ഉത്തരവ് കിട്ടിയ ശേഷം പുറത്തിറങ്ങാൻ ഇരിക്കുകയും ചെയ്യുന്നു ബോബി ചെമ്മണൂർ. ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിശദമായി വ്യക്തമായി അറിയാൻ കഴിയും.